പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ മീഡിയത്തിൽ കൂടി നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സൗഖ്യത്തോടെയും ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഈ വചനം പൂർണ്ണമായും നിങ്ങൾ കേൾക്കണം. എന്നിട്ട് എന്നോട് കൂടി പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം ആത്മാവും ജീവനുമാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയേറിയതാണ്. രണ്ട് തലയും മൂർച്ചയുള്ള വാളാണ് ദൈവവചനം. ഈ വചനം പറയുമ്പോൾ അത് എന്നോടുകൂടിയും സംസാരിക്കുന്നു, നിങ്ങളോടുകൂടി സംസാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആത്മീക വർധന വരുന്നു, നിങ്ങളുടെ ജീവിതത്തിലും രൂപാന്തരം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ കൂടെ ആയിരിക്കാം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ആ വചനം ഇങ്ങനെ വായിക്കപ്പെടുന്നു, ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം പറയുമ്പോൾ ആമേൻ എന്ന് ഞാൻ പറയും മുമ്പ് നിങ്ങളും ആമേൻ എന്ന് പറയണം. ആമേൻ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ ഇസാഹീഹോ എന്നതിൻ്റെ അർത്ഥം ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ആമേൻ എന്ന് പേരുള്ള ഒരാളുണ്ട്, സ്വർഗത്തിലെ ദൈവമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആമേൻ എന്ന് പേരുള്ളവൻ. അതുകൊണ്ട് മടിക്കാതെ ആമേൻ പറയണം, ഹല്ലേലൂയയും പറയണം. ഹല്ലേലൂയ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയയുടെ അർത്ഥം ഹെയിൽ ദ നെയിം ഓഫ് യഹോവ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ വാഴ്ത്തുമ്പോൾ സ്തുതികളുടെ സിംഹാസനത്തിന്മേലാണ് ദൈവം വസിക്കുക എന്നാണ് പറയുന്നത്. ആ ദൈവം ഇറങ്ങി വരും നിങ്ങളുടെ മധ്യത്തിൽ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വചനം എന്താണ് നമ്മളിപ്പോൾ വായിച്ചത്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുകയെങ്കിൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ ഉദിക്കാനുള്ള ഒരു വചനം. 3 അവസ്ഥയിലുള്ള ആൾക്കാരെ കുറിച്ച് ആ വചനത്തിൽ ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുക. ഒന്ന് ഉറങ്ങുന്നവൻ, ഉണർന്നവൻ, മരിച്ചവൻ. ഹല്ലേലൂയ. 3 അവസ്ഥയിലുള്ള ആൾക്കാർ. മരിച്ചവനെ കുറിച്ച് എടുക്കാം നമുക്ക്. ഈ ലോക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ മരിച്ച ഒരു വ്യക്തി എന്താണ് സംഭവിക്കുന്നത്? മരിച്ചുപോയി. പിന്നെ അവൻ്റെ ശവമടക്കിൻ്റെ ശുശ്രൂഷയോ കല്ലറ കിട്ടുന്നതോ പ്രാർത്ഥന നടത്തുന്നതോ ഒന്നും അവൻ അറിയുന്നില്ല. മരിച്ചുപോയി. ആത്മീക മണ്ഡലത്തിലും മരിച്ച വ്യക്തിയുടെ അവസ്ഥ ഇതുപോലെയാണ്. അവൻ തിരുവചനം അവനറിയുന്നില്ല, തിരുവചന സത്യങ്ങൾ അവനറിയുന്നില്ല, ക്രിസ്തുവിൻ്റെ പ്രകാശം അവനറിയുന്നില്ല. ഹല്ലേലൂയ. അതാണ് മരിച്ച വ്യക്തിയുടെ അവസ്ഥ. ഉറങ്ങുന്നവനും ഏതാണ്ട് മരിച്ചില്ലെങ്കിലും ഏതാണ്ട് പകുതി മരിച്ച അവസ്ഥയിലാണ്, ഉറക്കത്തിലായിരുന്നു. അവനും ഒന്നും അറിയുന്നില്ല. ഈ ലോകത്തിൽ, ഈ ആത്മീക ലോകത്തിൽ നടക്കുന്ന സംഗതികൾ ഒന്നും അവൻ അറിയുന്നില്ല പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരാളെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്, അത് ഉണർന്നവനെ കുറിച്ചാണ്. ഉണർന്നവനെല്ലാം അറിയുന്നു, ഉണർന്നവനെല്ലാം കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതവസ്ഥയിലായിരിക്കും പ്രിയപ്പെട്ടവർ? തിരുവചനം നിങ്ങളിലുണ്ട്. തിരുവചന സത്യങ്ങൾ കേൾക്കുമ്പോൾ, തിരുവചന സത്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഹൃദയത്തിലേക്ക് കയറുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നോട് ഹാലേലൂയ പറയാൻ മടിയുണ്ടോ?
ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഈ മൂന്നവസ്ഥയിലുള്ള ആത്മീക മണ്ഡലത്തിൽ ജീവിക്കുന്ന മൂന്നവസ്ഥയിലുള്ള വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഏതവസ്ഥയിലായിരിക്കും പ്രിയപ്പെട്ടത്? ശ്രദ്ധിക്കണം. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നീ ഉണർന്നവനായിരിക്കണം. ഹല്ലേലൂയ. മരിച്ചവനും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ലെന്ന ദൈവത്തിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത്. അവർക്കൊന്നും ദൈവത്തെ സ്തുതിക്കാനൊക്കത്തില്ല, മരിച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ പിശുക്ക് കാണിക്കരുത്, മരിച്ചവനാണ്. ഹല്ലേലൂയ. ദൈവനം കേൾക്കുമ്പോൾ കേൾക്കാതെ പോകുന്നുണ്ടോ? മരിച്ചവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട സമയമാണ്. നമ്മളേതവസ്ഥയിലായിരിക്കുന്നു? ആത്മീയ മരിച്ചവനാണ്. നിങ്ങൾ ആരോടും പറയണ്ട ഞാൻ മരിച്ചോ ഉറങ്ങിയോ ഉണർന്നോ ഒന്നും പറയണ്ട. നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ. ഹല്ലേലൂയ. മരിച്ചെങ്കിൽ ഉണരാൻ വകുപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിക്കോദീമോസിനോട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ നിക്കോദീമോസിനോട് യേശു കർത്താവ് പറഞ്ഞു, നിക്കോദീമോസ്, നീ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. ശതാധിപനാണ് നിക്കോദീമോസ്. ശതാധിപൻ എന്ന് വെച്ചാൽ 100 പട്ടാളക്കാരുടെ കമാൻഡിങ് ഓഫീസറാണ് ശതാധിപൻ എന്ന് പറയുന്നത്. ഈ നിക്കോദീമോസാണ് കർത്താവിനെ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കല്ലറയിൽ അടക്കം ചെയ്യാൻ പ്രധാന പങ്ക് വഹിച്ചത്. നിക്കോദീമോസാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിക്കോദീമോസ് ആദ്യം കർത്താവിൻ്റെ അടുത്ത് വന്നില്ല. ഹല്ലേലൂയ. അവൻ കർത്താവിനെ അനുസരിച്ചവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അവനോട് പറഞ്ഞ് നീ വീണ്ടും ജനിക്കണം. അവനാകെ കൺഫ്യൂഷനായി. നീ വീണ്ടും കുഞ്ഞായിട്ട് അമ്മയുടെ ഉയർത്തി കയറുന്ന വീണ്ടും ജനിക്കണമെന്നാണ്. ഭൗതിക ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ആത്മീക ജനനത്തെക്കുറിച്ചാണ് പറഞ്ഞു. ഹല്ലേലൂയ. ആത്മാവ് ജനിക്കണം. ഏദൻ തോട്ടത്തിൽ ഏദനിൽ ദൈവമനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ആത്മീക മനുഷ്യൻ അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഊതിയെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവനുള്ള ദേഹിയായി തീർന്നെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദേഹി, ഈ ആത്മീയ മനുഷ്യൻ മരിച്ച അവസ്ഥയിലായിരിക്കുന്ന ആളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മരിച്ചവനെക്കുറിച്ച് പറയുന്നത്. അവനൊന്നും അറിയുന്നില്ല. അവൻ്റെ ഉള്ളിലെ ആത്മാവ് മരിച്ചതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ജീവിക്കണം. ആ അകത്തെ മനുഷ്യൻ ജനിക്കണം, വീണ്ടും ജനിക്കണം. അതാ നിക്കോദീമോസിനോട് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. പലർക്കും ഇതറിയാമെങ്കിലും മറന്നു പോകുന്നു. ഹല്ലേലൂയ. ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതോ ഒരു പ്രത്യേക വിഭാഗക്കാരിലാക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ള ധാരണയാണ് പലർക്കും. വീണ്ടും ജനിക്കണം, ജനിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ മനുഷ്യൻ ജനിക്കണം. ഹല്ലേലൂയ. ഈ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നീ വളരും. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നു, നീ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. വചനത്തിന് മായമില്ല പ്രിയപ്പെട്ടവരെ. ദൈവവചനം ഭക്ഷിക്കുമ്പോൾ നീ ശിശുവായി ജനിച്ച ശിശു വളർന്ന് ഈ ഭൗതിക മനുഷ്യനെക്കാട്ടിൽ നിന്റെ ആത്മീയ മനുഷ്യൻ വലുതാവും. അവനെ ആത്മീകൻ എന്ന് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇവനെ എങ്ങനെ തിരിച്ചറിയാനൊക്കെ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ എഴുതിയ ലേഖനത്തിൽ വായിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇതെല്ലാം ഇവനിൽ നിന്ന് ജീവജല നദി പോലെ പൊട്ടിപ്പുറപ്പെടും പ്രിയപ്പെട്ടവരെ. അവനാ ആത്മീകൻ. അവനാ വീണ്ടും ജനിച്ച ദൈവപൈതൽ. ഹല്ലേലൂയ. വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് അറിയുന്നു. വൃക്ഷം ഏതാണെന്ന് ഫലത്തിൽ നിന്നറിയാം. ഇന്നത്തെ ലോകമണ്ഡലത്തിൽ ഒരുപാട് പേരുണ്ട്. ആത്മീയ മണ്ഡലത്തിലാണേലും ഫലം നോക്കിക്കണം കേട്ടോ. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുലനം ചെയ്യണം, വഞ്ചനപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ജനിക്കാതെ ഒരു അവസരം കർത്താവ് തരികയാണ്. എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? ഈ ഉറങ്ങുന്നവൻ എങ്ങനെയാണ് ഉണരുന്നത്? ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് എൻ്റെ യേശു കർത്താവ് ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. കാൽവരി കുരിശിൽ ഹല്ലേലൂയ
മൂന്നാണികളിൽ അവൻ്റെ രക്തമെല്ലാം വാർന്ന് അവൻ മരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. പാപത്തിൽ മരിച്ചിരുന്ന നിന്റെ രക്തം കഴുകുന്നില്ല. ഹല്ലേലൂയ. നീ വിശുദ്ധീകരിക്കപ്പെടും, നീ വീണ്ടും ജനിക്കപ്പെടും. ഇത് വിശ്വസിക്കുമ്പോൾ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടേറ്റ് പറഞ്ഞു. എന്ത് വാഗൊണ്ടല്ലോ? കർത്താവ് കാൽവരി കുരിശിൽ എനിക്കായി മരിച്ചു എന്നും 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടേറ്റ് പറയുമ്പോൾ നീ വീണ്ടും ജനിക്കും. ഇങ്ങനെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നീ ഉണരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് അവനാണ് ആത്മീക മനുഷ്യൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തിരുവചനം അതാണ് പറയുന്നത്. ഉണർന്നവന് ഒരു ശുശ്രൂഷയുണ്ട്. ഉറങ്ങിക്കിടപ്പനെ തൊട്ടുണർത്തുക, വീണ്ടും മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. ഹല്ലേലൂയ. ഈ വചനം പഠിക്കുക. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുകയും ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തനത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹിക്കാനകത്താണ്. സ്നേഹിക്കണം. എന്തുകൊണ്ട് സ്നേഹിക്കണം? ക്രിസ്തു നിന്നെ സ്നേഹിച്ചു. എത്രത്തോളം സ്നേഹിച്ചു? സ്വയം ഒരു യാഗമായി സമർപ്പിച്ചു, സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, സ്വയം ദുഷ്ടന്മാർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നിന്റെ പുണ്യപ്രവർത്തി കൊണ്ടല്ല, നീ നേർച്ച കാഴ്ചയിട്ട കൊണ്ടല്ല, നിന്റെ പിതാക്കന്മാരെന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത് സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവ് കാൽവരി കുരിശിൽ നിനക്ക് വേണ്ടി യാഗമായി പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. വളരെ വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ. സ്നേഹിക്കണം. സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക്? എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നിൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഈ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അവരുടെ ബന്ധുജനങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. ഇവരുടെ സഹോദരൻ നിനക്കെതിരായി തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, സ്നേഹിച്ചാട്ടെ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്നേഹമില്ല എങ്കിൽ കിളമ്പുന്ന ചെമ്പോ കിളിങ്ങുന്ന കൈത്താളവുമാണ്. നീ ഭയങ്കര വിശ്വാസിയാന്ന് പറഞ്ഞാലും, നീ ഭയങ്കര പ്രവചനപരമുണ്ടെന്ന് പറഞ്ഞാലും, സ്നേഹമില്ല എങ്കിൽ നീ ചിലമ്പുന്ന ചെമ്പോ കിളിങ്ങുന്ന കൈത്താളമാണ്. ചെമ്പ് മനോഹരമായിട്ട് ശബ്ദമുണ്ടാകും, കൈത്താളം അതുപോലെ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാകും, ഇഷ്ടമുള്ള ശബ്ദം. ഹല്ലേലൂയ. പക്ഷെ ജീവനില്ല. ഇതാ സംഭവിക്കുന്നത്. സ്നേഹമില്ല എങ്കിൽ ക്രിസ്തു നിങ്ങൾ വസിക്കത്തില്ല. പ്രിയപ്പെട്ടവർ, വളരെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവർ, സ്നേഹിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദൈവവേദനാണെന്ന് പറയുന്ന ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നീ പറയുന്നു എങ്കിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്നേഹമാ സകലതും ക്ഷമിക്കും, സകലതും പൊറുക്കും. അങ്ങനെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്ഷമിക്കുക. എന്ത് പറഞ്ഞോട്ടെ, ആരെന്തൊക്കെ തിന്മ ചെയ്തോട്ടെ, ക്ഷമിക്കുന്നു. കർത്താവ് ക്ഷമിച്ചില്ലേ? കുരിശിന്മേൽ കിടക്കുമ്പോൾ കുരിശിൽ തറച്ച ജനങ്ങളും താഴെ നിൽക്കുകയാണ്, പട്ടാളക്കാരുമെല്ലാം കൂടെ. ആ കുരിശിൽ മരണവേദന അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിലാണ്, കർത്താവെ ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. എന്താ ക്ഷമിക്കാത്തത്? പല അനുഗ്രഹങ്ങളും നമുക്ക് തടസ്സമായി വരുന്നത്, ലഭിക്കാതിരിക്കുന്നത് നമ്മളിൽ സ്നേഹമില്ലാത്തത്. സ്നേഹിച്ചാട്ടെ. എൻ്റെ സഹോദരനെ സ്നേഹിച്ചാട്ടെ, അമ്മയപ്പന്മാരെ സ്നേഹിച്ചാട്ടെ, ബന്ധുജനങ്ങളെ സ്നേഹിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവേദനയാണ്.
ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കും. ഹല്ലേലൂയ. എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആമേൻ. ഈ വചനത്തിൽ 5-ാമത്തെ നിങ്ങളെല്ലാം വായിക്കണം. എനിക്ക് ഈ മീഡിയത്തിൽ കൂടി എല്ലാം നിങ്ങളോട് പറയാനൊക്കത്തില്ല. ഓ ഹല്ലേലൂയ. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നത്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും വരും. ഒരു ദൈവത്തിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദുർനടപ്പും അശുദ്ധിയൊന്നും പേരിന് പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് തിരുവൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദുർനടപ്പുന്നത് സെക്സ്വൽ ഇമ്മോറാലിറ്റി, അശുദ്ധി, ഇതൊന്നും പാടില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ലോകത്തിൻ്റേതാണ്. നീ ലോകത്തിൽ മിങ്കിൾ ചെയ്ത് നടക്കുമ്പോൾ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ മീഡിയ എടുക്കുമ്പോൾ മണ്ഡലം TV ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, ഒരുപാട് മ്ലേച്ഛകരമായ മണ്ഡലങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന സംഗതികൾ ഇതിനകത്തൊക്കെയാണ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, വളരെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവവേദിയിലാണോ? വളരെ സൂക്ഷിക്കണം. നിൻ്റെ ഹൃദയവും കണ്ണും കാലും നീതിൻ്റെ ആദ്രവും ചെവിയെല്ലാം പരിച്ഛേദന ചെയ്തിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ മൂടിപ്പൊതിഞ്ഞ ഒരു ജീവിതമേ പാടുള്ളൂ. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും എഴുതിയിരിക്കുന്നത്, വീണ്ടും യാതൊരു അശുദ്ധി അധ്യാപകരെ നിങ്ങളിൽ പേര് പറയുക പോലും അരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് വിവരം. ഹല്ലേലൂയ. ഒരശുദ്ധിയും പാടില്ല, ഒന്നും പാടില്ല. വിശുദ്ധന്മാർക്ക് വിശദമായിട്ട് ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവവേദലാണെന്ന് പറയാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും സ്തോത്രമത്രേ വേണ്ടത്. സ്തുതിക്കുന്ന ഒരു ഹൃദയം എപ്പോഴും വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടോ സ്തുതിക്കുന്ന ഒരു ഹൃദയം? അടുക്കളയിലായിരിക്കുമ്പോഴും പ്രവർത്തന മണ്ഡലം ജോലിയിലായിരിക്കുമ്പോഴും സ്തോത്രം ഉയരണം ഹൃദയത്തിൽ നിന്ന്. ഹല്ലേലൂയ ഉയരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? സ്തുതികളുടെ സിംഹാസനത്തിന്മേൽ വസിക്കുന്ന ആ പരിശുദ്ധനായ ദൈവം, നീ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണല്ലോ ദൈവം തന്നെ ഇറങ്ങി വന്ന് നിന്റെ ഹൃദയത്തിൽ അവൻ സിംഹാസനസ്ഥനാകും. ഓ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അശുദ്ധിയൊന്നും നിന്റെ ഹൃദയത്തിൽ കടന്നു കിടക്കില്ല. ഹല്ലേലൂയ. പിന്നെ ഒരു മ്ലേച്ഛ ചിന്തകളും നിന്റെ ചിന്താമണ്ഡലത്തിലേക്ക് വരത്തില്ല. സ്തുതിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ പറയുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാവട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും എഴുതിയിരിക്കുന്നു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവരാരും ദൈവരാജ്യത്തിൽ അവകാശമാക്കിയത്. അശുദ്ധനാണ്, ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി. ഈ ലോകത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം. ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തരുന്ന സമ്പത്ത് മതി പ്രിയപ്പെട്ടത്. സമ്പത്തിന് പുറകെ പാഞ്ഞു നടക്കുന്നത് വിഗ്രഹാരാധന. സൂക്ഷിക്കണം. ഹല്ലേലൂയ. പറയുന്നത് എന്താണ്? ഇവരാരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. സമ്പത്ത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ദൈവവേദിയിലാണോ ഈ ഭൂമിയിലെ സകല അനുഗ്രഹത്തിനും നിനക്ക് അവകാശമുണ്ട്. ഹല്ലേലൂയ. നീ ആരുടെ മുന്നിലും കൈ നീട്ടത്തില്ല. തരാമേ താന്ന് പറയാം. നീ തിരിച്ചേ പറയത്തുള്ളൂ, കൊടുക്കത്തേ ഉള്ളൂ. നിന്നെ കൊടുക്കുന്നതിനാക്കും. അതാ വചനം പറയുന്നത്. നീ കടം മേടിക്കുന്നല്ല, കടം കൊടുക്കുന്നതിനാക്കും. അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി ഭൂമിയിൽ ജീവിക്കുന്നത്. നീ തെണ്ടു കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണമെല്ലാം തരും. പക്ഷേ അതിനോടുള്ള ആസക്തിയുണ്ട്. ദൈവവചനവും മറന്ന് ദൈവത്തെയും മറന്ന് പണത്തിൻ്റെ പുറകെ നടന്നാൽ അത് ദ്രവ്യാഗ്രഹമാണ്. അത് വിഗ്രഹാരാധന ദൈവരാജ്യത്തിൽ അവർ കിടക്കത്തില്ല. ഹല്ലേലൂയ. വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. കൽപ്പനയുടെ ലംഘനം, ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് ദൈവം തന്നെ കൽപ്പന ലംഘനമാണ്. ഇപ്പോഴും ഔദ്യോഗികമായി പല ആരാധനാ സ്ഥലങ്ങളിലും യേശു കർത്താവാണെന്നും പറഞ്ഞ് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ബാക്കിയുള്ള മെറ്റൽസിലുമൊക്കെ
പ്രതിമകളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതോ ആശാരി, ഏതോ മൂശാരി, ഇവരൊക്കെ ഇവരുടെ കൈവേല കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് ദൈവമാണെന്നും പറഞ്ഞ് ആരാധിച്ചാൽ ഈ ഭൗതിക മണ്ഡലത്തിലൊരു വിഗ്രഹാരാധന ഒരിക്കലും ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഗ്രഹാരാധനയായി പോകരുത്. എന്തിനു വേണ്ടിയാണ്? അല്പകാലം മാത്രമുള്ള ഈ ജീവിതത്തിൽ, അല്പകാലം മാത്രം, പാട്ടുകാരൻ പറഞ്ഞ അല്പകാലമേ ഉള്ളൂ ഈ ജീവിതത്തിൽ. അത് കഴിഞ്ഞൊരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടത്, സ്വർഗ്ഗ ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ. അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ എഴുന്നേൽക്കുക എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുക എന്ന് പറയുന്നത്. നീ ക്രിസ്തുവിൻ്റെ പ്രകാശമായിട്ട് മാറും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഉറങ്ങുന്നവനും ഉണർന്നവനും മരിച്ചവനും എല്ലാം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. എസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനോട് സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു, എഴുന്നേറ്റ് അസ്ഥികളുടെ താഴ്വരയിലേക്ക് ചെല്ലാൻ പറയും. എന്നുവെച്ചാൽ ഒരു ശവക്കോട്ടയിലേക്ക് ചെല്ലും. എന്നിട്ട് പ്രവചിക്കാൻ പറഞ്ഞു അസ്ഥികളോട്. ഹല്ലേലൂയ. പ്രവാചകൻ പ്രവചിച്ചു. എന്ത് പ്രവചിച്ചു? ദൈവവചനം പ്രവചിച്ചു, പ്രസംഗിച്ചു. അവിടെ ഒരു വലിയ അത്ഭുതം നടന്നു. അസ്ഥിയോട് ചേർന്ന് മാംസം വന്നു, ത്വക്ക് വന്നു, ദൈവത്തിൻ്റെ കാറ്റ് വീശി അതിൻ്റെ മുകളിൽ അവരൊരു ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യമായിട്ട് എഴുന്നേറ്റെന്ന് പറയും. ഹല്ലേലൂയ. നീ ഉണരുമ്പോൾ ഹല്ലേലൂയ നിനക്കുള്ള ഒരു ശുശ്രൂഷയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിന് മുമ്പിലിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിന് മുമ്പിലിരിക്കണം. ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ബി ആൻ എവറി ഡേ പ്രോസസ്. എല്ലാ ദിവസവും ദൈവവചനത്തിന് മുമ്പിലിരുന്നാട്ടെ, ദൈവവചനം പഠിച്ചാട്ടെ, ദൈവവചനം ഗ്രഹിച്ചാട്ടെ, ദൈവവചനം ഭക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. നിനക്ക് വളർച്ച പ്രാപിക്കും. ശിശുവിനെ കൊണ്ട് നോക്കത്തില്ല. വീണ്ടും ജനിച്ചവൻ ശിശുവാണ്. ശിശു വളരണമെങ്കിൽ ദൈവവചനം ഭക്ഷിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഭക്ഷിക്കുമ്പോൾ വളർന്ന് ഒരു ആത്മീക മനുഷ്യനായിട്ട് വരുമ്പോൾ നിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എവിടെ ആരംഭിക്കും? മരിച്ചവരെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷ. ഹല്ലേലൂയ. നീ ദൈവവചനം പറയുമ്പോൾ ഈ വചനം ആത്മാവും ജീവനുമായി മരിച്ച അസ്ഥികളുടെ മേൽ, മരിച്ച മനുഷ്യൻ്റെ മേൽ ഈ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് മൂതുമ്പോൾ അവരെഴുന്നേറ്റ് ദൈവത്തിൻ്റെ സൈന്യമായിട്ട് മാറും. ഹല്ലേലൂയ. ആ ശുശ്രൂഷ നിനക്കുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മളെ തന്നെ സമർപ്പിക്കണം. ഇത് ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ തന്നെ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. നന്ദി പിതാവേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു പരിശുദ്ധൻ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം കർത്താവേ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളെ തരികയാണ് കർത്താവേ. മരിച്ചവനെ ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഇത് മഹത്വം വ്യാപരിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും അസമാധാനത്തോടെ, ഭാരത്തോടെ, രോഗത്തോടെ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത കാണിപ്പാടുള്ള കരം നീട്ടുന്നതിനായി സ്തോത്രം. സൗഖ്യമാക്കുന്ന കരം നീട്ടുന്നതിനായി സ്തോത്രം. സമാധാനത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഭാരങ്ങളും മാറുന്നതിനായി സ്തോത്രം. നന്ദി പരിശുദ്ധനെ, നന്ദി. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവ്. ഓ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓ ഗോഡ് ബ്ലസ് യു.